ഓം ഹരിശ്രീ ഗണപതേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷാചാര്യൻ പടനിലം ശ്രീകുമാർ. ഈ വർഷത്തെ നക്ഷത്ര ഫലങ്ങളെപ്പറ്റി പറയാനാണ്. 2026 ജനുവരി മാസം മുതൽ 2026 ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള ഫലങ്ങളെയാണ് ഞാനിവിടെ കൂറനുസരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യമായി മേടൻ രാശിയുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മേടൻ രാശിയുടെ ഫലം എന്ന് പറയുന്നത് അതിൽ 2.25 നക്ഷത്രമാണ് നിൽക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴികയാണ് ആ മേടൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ. ഇന്ന് ഈ നക്ഷത്രങ്ങൾ ഗോചരപ്രകാരം ഇന്ന് സഞ്ചരിക്കുന്ന രാശിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നിൽക്കുന്നതിനുള്ള ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിലെ ആദ്യമായി ചിന്തിക്കേണ്ടത് സർവേശ്വരാണാം ഗുരുവായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി ഈശ്വരാധീനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈശ്വരാധീനം പൂർണ്ണമായി നിലനിൽക്കുന്ന സമയങ്ങളാണോ എന്നൊക്കെയാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്. അതിലെ ദൈവാധീനം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഗ്രഹമാണ് വ്യാഴം, ബൃഹസ്പതി. അതിലെ ആ ബൃഹസ്പതി, ആ വ്യാഴം ഏത് രാശിയിൽ സഞ്ചരിക്കുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ശനി, അതായത് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ വരുത്തുന്നതായ ശനി ഇന്ന് ഈ നക്ഷത്ര രാശിക്കൂറിൽ ഏത് ഭാഗങ്ങളിൽ നിൽക്കുന്നു. ഇന്ന് നിൽക്കുന്നത് അശ്വിനി നക്ഷത്രത്തിൻ്റെയും ഭരണി നക്ഷത്രത്തിൻ്റെയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയിൽ നിൽക്കുന്നത് 12-ലാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്തത് രാഹു എന്ന് പറഞ്ഞ ഗ്രഹമാണ്. ആ രാഹു ഏത് സ്ഥാനത്ത് നിൽക്കുന്നു. അത് നിൽക്കുന്നത് ഇന്ന് ഇതിൻ്റെ 11-ൽ ആണ് രാഹുവിൻ്റെ സ്ഥിതി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ദശ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലയളവിൽ ഈ ഗോചരഫലങ്ങൾ പൂർണ്ണമായും ഇവർക്ക് അനുകൂലമാണോ എന്ന് ചിന്തിക്കുമ്പോൾ വ്യാഴം ഇന്ന് 3-ലേക്ക് നിൽക്കുന്ന സമയമാണ്. ആ 3-ലെ വ്യാഴം ഇന്ന് ഗുണമാകുമോ എന്ന് ചിന്തിച്ചാൽ ആ 3-ലെ വ്യാഴത്തെ കൊണ്ട് ധൈര്യം, വീര്യഞ്ച്, ദുർബുദ്ധി, സഹോദര പരാക്രമം, ദക്ഷകർണേ സഹായേ ചിന്തനീയം തൃതീയത. 3-ാം ഭാവത്തെ കൊണ്ട് ധൈര്യത്തെയും വീര്യത്തെയും സഹോദരങ്ങളെയും ദുർബുദ്ധികളെയൊക്കെ ചിന്തിക്കേണ്ടതായ കാലയളവാണ് ആ രാശി ഭാഗത്തെ പറ്റി നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ രാശിയിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമാണോ എന്ന് ചിന്തിച്ചാൽ അഷ്ടമരാശിക്കൂടെ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് തത്രാദി കഷ്ടാഷ്ടമേ, ആ അഷ്ടമരാശിയിൽ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസം 8-ാം തീയതി വരെ ഇച്ചിരി ഗ്രഹപ്പിഴ സന്ധികൾ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ആ വ്യാഴം 3-ൽ വളരെ ദോഷവാനായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു വർഷത്തെ കാലയളവ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ സമ്മിശ്ര ഗുണദോഷ ഫലങ്ങളെയാണ് കൂടുതൽ സൃഷ്ടിക്കുന്നത്. ആ 3-ലെ വ്യാഴം വളരെ ദോഷം ചെയ്യും. അതായത് ജൂൺ 8-ാം തീയതി, അതായത് 2026. അതിലുള്ള പോംവഴികളും പരിഹാരങ്ങളും എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്തതായി ചിന്തിക്കേണ്ട വിഷയം ഇതിലെ ഏഴരാണ്ട ശനിയുടെ കാലഘട്ടങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏഴരാണ്ട ശനി ഈ അശ്വതി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികക്കാർക്കും സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ഏഴരാണ്ട ശനിയുടെ ദോഷം ആ രാശിയുടെ ഭാവഫലങ്ങൾ നിൽക്കുന്നത് ദ്വാദശ ജന്മ അഷ്ടമങ്ങളിൽ ശനി അർക്കങ്ങാരകോ ഗുരു. ദ്വാദശം ജന്മം അഷ്ടമങ്ങളിലെ ശനി, അർക്കൻ, അങ്ങാരകോ ഗുരു, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ നിന്നാൽ സ്ഥാനഭ്രംശം, ധനക്ഷയം, ശരീരം, അഖിലാസ്വസ്ഥത, പ്രാണസന്ദേഹം, ഇങ്ങനെയുള്ള പല ദോഷഫലങ്ങളും ഈ ഏഴരാണ്ട ശനി സമയത്ത് ഇവർക്ക് ബാധിക്കുന്നതാണ്. പൊതുവേ ഇവർക്ക് ഈ പറയുന്നതായ ജൂൺ മാസം വരെ ഇച്ചിരി വളരെ ഗ്രഹപ്പിഴ സന്ധികളും വളരെ ധനനഷ്ടങ്ങളെ, മാനസിക പ്രയാസങ്ങളെ, കുടുംബത്തിലെ കലഹങ്ങളെ, വിദേശയാത്രകൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങളെ, വിദ്യാഭ്യാസങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല ദോഷവശങ്ങൾ ഇവർക്ക് അനുഭവിക്കുന്നതാണ്. വളരെ അപകടങ്ങളൊക്കെ വന്നു ചേരേണ്ട സമയങ്ങളാണ് ഈ പറയുന്ന ഈ പിന്നെ കാലയളവ് അത്രയും. അത് കഴിഞ്ഞ് 2026 ജൂൺ മാസം കഴിയുമ്പോൾ അവർക്ക് പൊതുവേ എല്ലാ അനുകൂലങ്ങളും വന്നു ചേരുകയും ചെയ്യും. ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ വ്യാഴം തത്ര മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി പാൽപ്പായസം, തുളസിമാല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക.
നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി പാനകം എന്ന് പറയുന്ന വഴിപാടുകൾ ഈ ഒരു 6 മാസക്കാലം പൂർണ്ണമായി നടത്തണം. ശിവക്ഷേത്രത്തിൽ പോയി മഹാമൃത്യുഞ്ജയ ഹോമം 6 മാസം മുടങ്ങാതെ തന്നെ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. ശനിക്ക് പരിഹാരമായി ശനിക്ക് ചാവര് ശാസ്താവും മലമേൽ മൂർത്തിയും. ഇപ്പൊ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയും മലദേവതകൾക്കൊക്കെ വേണ്ടുന്ന ചാവര് മൂർത്തി ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി യഥാശക്തി വഴിപാടുകളും പൊങ്കാലകളൊക്കെ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാകും. പൊതുവെ ഈ ഒരു 2026 കാലഘട്ടങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 2026 ജൂൺ കഴിയുമ്പോൾ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതെല്ലാം സാധിക്കും. തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരും. വിവാഹ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റങ്ങളുണ്ടാകും. ഗ്രഹനിർമ്മാണങ്ങൾക്കും ഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും മുടങ്ങിക്കിടക്കുന്ന ഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ 2026 പൊതുവെ ഇവർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും തരുന്നത്. 11ലെ രാഹു എന്ന് പറയുന്നത് ഇവർക്ക് ബാധക രാശിയിലാണ്. ആ 11ാം ഭാവം മേടൻ രാശിയെ പറ്റി പറയേണ്ടത്. അപ്പം ആ ബാധാഭാവത്തെ ചിന്തിക്കുന്നതുകൊണ്ട് സർപ്പപ്രീതി നടത്തുകയും സർപ്പക്ഷേത്രങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ പ്രധാനമായും ഒരു 1.5 വർഷക്കാലമെങ്കിലും ഇവർ നടത്തിയിരിക്കണം. അങ്ങനെ നടത്തുമ്പോൾ കൂടുതലും ശ്രേയസ്സും ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അപകടങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലും ഈ 11ലെ രാഹു കൊണ്ട് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും സാധിക്കാതെ നിൽക്കുന്ന ഒരു കാലഘട്ടവും കൂടാണ് ഈ 11ലെ രാഹുവിൻ്റെ സ്ഥിതി. പൂർണ്ണമായും അത് മാറുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ഈ വഴിപാടുകളെല്ലാം നടത്തി അവർക്ക് പൂർണ്ണ ഗുണത്തിലേക്ക് വരണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അടുത്തതായി ഇവിടെ പറയുന്നത് ഇടവൻ രാശിക്കൂറിലെ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്ന രാശിക്ക് അതിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ ഇന്ന് ഏത് രാശി ഗോചരത്തിൽ നിൽക്കുന്നു എന്നതിനല്ല പ്രാധാന്യം. ആ ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച് ഗോചരപ്രകാരം ശനിയുടെ സ്ഥിതി എവിടെ, വ്യാഴത്തിൻ്റെ സ്ഥിതി എവിടെ, രാഹുവിൻ്റെ സ്ഥിതി എവിടെ. ഇതെന്താണ് രാഹുവും ശനിയും വ്യാഴവും ഇങ്ങനെ പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു രാശിയുടെ കാലയളവിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടങ്ങളിൽ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് വ്യാഴവും ശനിയും രാഹുവും. അതുകൊണ്ടാണ് ഇവരെ കൂടുതലും ഈ ഒരു വർഷക്കാലം പ്രതിപാദിക്കുന്നത്. അതിലെ ഈ ഇടവൻ രാശിക്ക് എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ 45 നാഴികയും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും ചേരുന്ന സമയമാണ് ഇടവൻ രാശി. ഈ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. കാന്ത വപു സുലോചന. അപ്പം സുലോചനൻ എന്ന വിഷയത്തിൽ കാന്തം എന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പറയുന്നതായ ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് കൂടുതൽ ഗുണപ്രദമായ അല്ലെങ്കിൽ എല്ലാവരെയും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരണങ്ങൾക്കും പ്രധാനമായി ഇവർ കൂടുതൽ ഉറപ്പ് നൽകുന്ന ഒരു രാശിയും കൂടാണ്. എല്ലാവരെയും സമത്വമായി ചിന്തിക്കുക, സമത്വമായി പെരുമാറുക, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവർ കൂടുതലും ചിന്തിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ ഫലപ്രകാരം 2ലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി, 11ലാണ് ശനിയുടെ സ്ഥിതി, കർമ്മസ്ഥാനത്താണ് രാഹുവിൻ്റെ സ്ഥിതി. ഈ 2026 ജൂൺ കഴിയുമ്പോൾ ഈ വ്യാഴം ചാരവശാൽ സഞ്ചരിച്ച് കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായി നിലകൊള്ളും. ഇങ്ങനെ നിലകൊള്ളുന്ന ഈ വ്യാഴം പൂർണ്ണമായും ഉച്ചസ്ഥനായതുകൊണ്ട് 3ലെ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ കുറയും. എങ്കിലും 2ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ഇവരുടെ ജാതകപ്രകാരം ഈ വ്യാഴം ഗോചരപ്രകാരം അല്ലാതെ തന്നെ ജനന സമയത്ത് നിൽക്കുന്ന വ്യാഴം എങ്ങനാണോ രാശിയിൽ നിൽക്കുന്നത് ആ ഫലത്തെ കൊണ്ടും 2ാം ഭാവത്ത് മാരകസ്ഥാനം എടുത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഫലത്തെ കൊണ്ടും ഇവർക്ക് കൂടുതൽ ദോഷങ്ങളെ വരിക്കും. ആ 2ാം ഭാവം മാരണസ്ഥാനമാണ്, അല്ലെങ്കിൽ മാരകസ്ഥാനമാണ്, അല്ലെങ്കിൽ മരണത്തെ തന്നെ കൊടുക്കുന്ന ഭാവവും കൂടെ ആ വ്യാഴത്തിന് 2ലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കൂടുതലും ഇവർക്ക് ഈ പറഞ്ഞ 2026 ജൂൺ മാസം വരെ വാഹനങ്ങളിലുള്ള യാത്രകളെ, അസമയങ്ങളിലുള്ള യാത്രകളെ, അകാലങ്ങളിൽ അല്ലെങ്കിൽ ദൂരെ യാനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക, മറ്റുള്ള ആൾക്കാരുമായി വാഗ്വാദങ്ങൾ നടത്തുക, ക്രിയാവിക്രയങ്ങൾ, ധന ഇടപാടുകൾ മുതലായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഈ ജൂൺ മാസം 8ാം തീയതി വരെ, അല്ലെങ്കിൽ അത് ഒന്നിനും ഇടപെടാൻ പറ്റാത്ത ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ. അതിലുപരി 11ലെ ശനി ഇവർക്ക് ഏഴരാണ്ട ശനിയായി ദോഷം ചെയ്യുന്നില്ല.
10ലെ രാഹു കർമ്മ മേഖലയിലാണ്. കർമ്മങ്ങൾ മുഖേന ചില ദോഷങ്ങളും കർമ്മത്തിന് ചില വിഘ്നങ്ങളും ഇവർക്ക് കിട്ടാൻ പോകുന്ന പ്രമോഷനുകളൊക്കെ തടഞ്ഞു വെക്കുക, ഇതെല്ലാം ഈ രാഹുവിനെ കൊണ്ട് ആ, വരുന്ന ഫലങ്ങളാണ്. അതിന് പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടതായ വിഷയങ്ങൾ, ഈ വ്യാഴം തത്ര മഹാവിഷ്ണു എന്ന് പറയുന്നത് പോലെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരെ കുലദർവങ്ങൾ അല്ലെങ്കിൽ ധർമ്മദൈവ സ്ഥാനത്തും കുലദേവത സ്ഥാനത്തും നിലവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് ഭദ്രദൈവം കൊളുത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് പ്രവർത്തന മണ്ഡലങ്ങൾ ഉയർച്ച വരുന്നതിന് വേണ്ടി സർപ്പങ്ങൾക്ക് വേണ്ടുന്ന നൂറും പാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർപ്പക്ഷേത്രങ്ങളിൽ പോയി നടത്തുക. ശനി അഭീഷ്ട ഭാവത്വം ഭവിച്ചു നിൽക്കുന്നത് കൊണ്ട് അഭീഷ്ട കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി അതിന് വേണ്ടുന്ന വഴിപാടും കാര്യങ്ങളും ഒക്കെ പ്രധാനമായും ഈ ഒരു വർഷക്കാലം മുടങ്ങാതെ തന്നെ മാസങ്ങളിൽ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ഇവർക്ക് നല്ല ഗുണഫലങ്ങൾ കിട്ടുകയും 2026 ജൂൺ മാസം 8-ാം തീയതി കഴിയുമ്പോൾ ഇവർക്ക് എല്ലാ ഗുണപ്രാപ്തികളും വന്നു ചേരും. സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണങ്ങളെ, വിദേശയാത്രാ ഗുണങ്ങളെ, രോഗത്തിൽ നിന്നുള്ള ശമനങ്ങളെ, സന്താനങ്ങൾക്കുണ്ടാകുന്ന പുരോഗതികളെ, പുത്രാർത്ഥകാരകനായിരിക്കുന്ന വ്യാഴം ആയതുകൊണ്ട് സന്താന ഗുണങ്ങളെ, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ വന്നു ചേരുക, മറ്റ് രോഗ ആപത്തുകളിൽ നിന്നുള്ള ഒഴിവുകളെല്ലാം ഇവർക്ക് മാറ്റം വരുന്നതാണ്. മിഥുനക്കൂറിൽ വരുന്നതായ മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാലും ഈ നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ നിൽക്കുന്നത്. പൊതുവേ ഈ മിഥുനൻ രാശിക്കാർ വളരെ ശ്രേഷ്ഠന്മാരാണ്, വളരെ തീക്ഷ്ണമുള്ള ഗ്രഹമാണ്. അപ്പോൾ ഇവരുടെ സ്വഭാവ രീതികളെല്ലാം വളരെ തീക്ഷ്ണമായ സ്വഭാവ രീതികളാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ, അതായത് 2026 പുതുവത്സരം തുടങ്ങുന്ന സമയത്ത് വളരെ ദോഷ സമയമാണ്. ഇപ്പോൾ ഈ ഡിസംബർ മാസം 5-ാം തീയതി മുതൽ 2-ൽ നിൽക്കുന്ന വ്യാഴം, ഉച്ചസ്ഥനായി നിന്ന വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചവരുടെ ജന്മരാശിയിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് ശനി കണ്ടകശനിയായി നിൽക്കുന്ന സമയവും 9-ലെ രാഹു പിതൃപുണ്യസ്ഥാനത്ത് നിൽക്കുന്നതായ രാഹുവും ഇവർക്ക് വളരെയധികം ദോഷങ്ങൾ സംഭവിപ്പിക്കും. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവേ അപകീർത്തികളും ധനനഷ്ടങ്ങളും അതുപോലെ തന്നെ ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും മറ്റ് രോഗാദി ദുരിതങ്ങളൊക്കെ വർദ്ധിക്കുകയും മാനഹാനി മുതലായ കാര്യങ്ങളൊക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം ഉണ്ടായി വരും. അതുപോലെ തന്നെ ഈ 2026 ജൂൺ 8-ാം തീയതി ഇത് ചാരവശാൽ സഞ്ചരിച്ച് വീണ്ടും കർക്കിടക രാശിയിലേക്ക് വരുന്ന കാലഘട്ടമാണ്. ഈ കണ്ടകശനി വളരെ തീക്ഷ്ണമായി 10-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഈ നീരാഞ്ജനം മുതലായ കാര്യങ്ങളെല്ലാം ഇവർ പൂർണ്ണമായി പോയി ശാസ്താക്ഷേത്രങ്ങൾ നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ വ്യാഴത്തെ പ്രസാദിപ്പിക്കണം. മഹാവിഷ്ണു, വ്യാഴം തത്ര മഹാവിഷ്ണുവാണ്, മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കണം. ഈ കുടുംബ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിന് വേണ്ടുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തണം. പൊതുവെ രക്ഷസ് ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി പാൽപ്പായസം മുതലായ കാര്യങ്ങളൊക്കെ ഒരു വർഷക്കാലം നടത്തുന്നത് നല്ലതായിരിക്കും. ഇവർക്ക് ഈ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാക്കാം, ധനക്ഷയങ്ങൾ വന്ന് ചേരാം, ശരീരത്തിനുണ്ടാകുന്ന പല ദോഷങ്ങൾ സംഭവിക്കാം. ആ ചൊവ്വയുടെ ദൃഷ്ടി പൂർണ്ണമായി ഈ ആരൂഢത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ട് വ്യാഴത്തെ നോക്കുന്ന ചൊവ്വയായതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവുക, സുബ്രഹ്മണ്യ സേവ നടത്തുക. അതുപോലെ തന്നെ ഈ അഭിഷേകങ്ങളൊക്കെ, അതായത് പഞ്ചാമൃതാഭിഷേകം മുതലായ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ഇപ്പോഴത്തെ കാലദോഷങ്ങൾ മാറിക്കിട്ടാൻ പൊതുവെ ഈ വിധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടുന്നത്. 2026 ജൂൺ മാസം 8-ാം തീയതി കഴിയുമ്പോൾ ഈ വ്യാഴം 2-ലേക്ക് സഞ്ചരിക്കുകയും ധനമാർഗങ്ങളൊക്കെ വന്നു ചേരുകയും വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര നടത്താൻ സാധ്യതയുണ്ട്. വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ 2026 ഇവർക്ക് വളരെ ദോഷഫലങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുമെങ്കിലും മധ്യമടങ്ങ് കഴിയുമ്പോൾ, അതായത് ഈ വർഷത്തിൻ്റെ മധ്യമടങ്ങായി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ചില മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കർക്കിടക രാശിയിലെ പുണർതത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും ഈ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കൂറിൽ നിൽക്കുന്നതായ നക്ഷത്രങ്ങൾ. അതിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ചന്ദ്രനാണ്. ആ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഈ അവക്രദുരിതകാ സമുന്നതകടി എന്ന് പറയുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് നടക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളെല്ലാം അത് മുടങ്ങാനുള്ള സാധ്യതകളും, നല്ല സുഹൃത്തുക്കളായി നിൽക്കുന്നവരെല്ലാം ഈ
വൈരാഗ്യങ്ങൾ മുഖേന പിരിഞ്ഞു മാറാനുള്ള സാധ്യതകളും പ്രഭുരാലയങ്ങൾ അതായത് ആലയങ്ങൾ അതായത് ഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ അതിനെല്ലാം മുടക്കങ്ങളും തടസ്സങ്ങളും വരുത്തുന്ന മാസമാണ് അല്ലെങ്കിൽ വർഷമാണ് ഈ പറയുന്നതായ കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ അനുഭവിക്കുന്നത്. ഈ കർക്കിടകക്കൂറിൽക്കാർക്ക് ഇന്ന് 12-ലെ വ്യാഴവും അഷ്ടമത്തിലെ രാഹുവും സഞ്ചരിക്കുന്ന കാലഘട്ടവുമാണ്. അപ്പം ശനി ഇവർക്ക് 9-ലാണ് നിൽക്കുന്നത്. അപ്പം ഇവർക്ക് ശനി 9-ൽ നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ കാലഘട്ടങ്ങൾ പൊതുവെ ഭാഗ്യധർമ്മ ദയാ പുണ്യ തപതാത സുധാ ഭാഗ്യത്തിനും ധർമ്മത്തിനും പുണ്യത്തിനുമൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ പ്രാവശ്യത്തെ ഒരു വർഷത്തെ ഗോചരഫലങ്ങളിൽ നല്ലത് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ ഗുണങ്ങളും എത്തുന്നതിന് വേണ്ടി പിതൃപൂജകളും പിതൃപുണ്യങ്ങളും ഒക്കെ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ ഇവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു വളരെ ദോഷവാനാണ്. ദൂരയാനം ഗജവാജി വാഹനം ദൂരയാനങ്ങൾ നടത്താൻ പാടുള്ളതല്ല. അസമയങ്ങളിലെ യാത്രകൾ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വിഷഭയങ്ങളൊക്കെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷം കഴിക്കാനുള്ള സാധ്യതകളും ഉണ്ടായി വരും. മരണഭീതികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ 2026 ജൂൺ മാസം 8-ാം തീയതി കഴിയുമ്പോഴാണ് ഈ ഫലങ്ങളുടെ തീക്ഷ്ണത കൂടുന്നത്. അതുപോലെ തന്നെ ഈ ഈ കർക്കിടകൻ രാശിക്ക് 12-ാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ട് ഇരുന്ന ജോലി കളഞ്ഞിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തു നിന്ന് സ്ഥാനഭ്രംശം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തൊഴിൽ മാർഗങ്ങളിൽ തടസ്സങ്ങൾ ഒരുപാട് വരുത്താനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾക്ക് ദുരിതങ്ങളും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയില്ലാതെ അവർക്ക് ദോഷങ്ങളായി ഭവിക്കുന്ന സമയങ്ങളായിരിക്കും. പഠന വിദ്യാർത്ഥികൾക്കൊക്കെ പഠനം പൂർത്തീകരിക്കാനൊക്കാത്ത അവസ്ഥകളൊക്കെ വന്നു ചേരും. ഇതിലൊക്കെ പരിഹാരമായിട്ട് ഈ ചന്ദ്രനെ കൊണ്ട് ദുർഗാക്ഷേത്രത്തെ ചിന്തിക്കേണ്ടതാണ്. ആ ഭഗവതിക്ക് അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ദോഷഫലങ്ങളൊക്കെ മാറ്റേണ്ടതാണ്. വ്യാഴത്തെ കൊണ്ട് ബുധൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് നരസിംഹസ്വാമിക്ക് പാനകം എന്ന വഴിപാടൊക്കെ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അഷ്ടമത്തിലെ രാഹു നിൽക്കുന്നത് കൊണ്ട് സർപ്പങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുക. പിതൃക്കൾക്ക് പുണ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പിതൃദോഷം കൊണ്ട് നമുക്ക് ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പിതൃപൂജകളും പിതൃതർപ്പണങ്ങളൊക്കെ നടത്തി അവരെ സാർത്ഥമൂട്ടി അവരെ ഗതിവരുത്തി അവർക്ക് വേണ്ടുന്ന പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണങ്ങളായി വരികയും ചെയ്യും. അടുത്തതായി ചിങ്ങക്കൂറിൻ്റെ രാശിയാണ് പറയുന്നത്. ആ ചിങ്ങക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരത്തിൽ കാലും. ഈ 3 നക്ഷത്രങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ രാശിയിൽ ഇന്ന് വ്യാഴം 11-ലും 7-ലെ രാഹുവും അഷ്ടമത്തിലെ ശനിയും ചാരവശാൽ ഇവർക്ക് സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം. ഇതിലെ ശനി എന്ന് പറയുന്ന ഗ്രഹം വളരെ ദോഷവാനായി അഷ്ടമത്തിലേക്ക് നിൽക്കുന്ന സമയം. അഷ്ടമി സൂര്യപുത്ര, അഷ്ടമത്തിൽ സൂര്യപുത്രനായ ശനി വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളാണ്. അവരുടെ ഈ വർഷത്തെ പൊതുവേ ഈ ഒരു വർഷക്കാലം അത്ര നല്ലൊരു സമയമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ജൂൺ മാസം വരെ പൊതുവേ ഇപ്പോൾ മറഞ്ഞു നിന്ന വ്യാഴത്തിൻ്റെ ഫലങ്ങൾ അനുകൂലമായി വരുന്നത് കൊണ്ട് പൂർണ്ണമായ ഗുണങ്ങളേക്ക് ഇവർക്ക് ഈ ഒരു ജൂൺ മാസം വരെ അനുഭവ ഗുണങ്ങളായി വരും. വീണ്ടും ഇതുപോലെ തന്നെ ഈ വ്യാഴം ചാരവശാൽ സഞ്ചരിച്ച് കർക്കിടകൻ രാശി വരുന്ന കാലഘട്ടം ഇവർക്ക് പൊതുവെ ഇച്ചിരി സമയദോഷങ്ങൾ ഉണ്ടായാലും വരും. അതിലെ 7-ലെ രാഹുവിൻ്റെ സ്ഥിതി വളരെ ദോഷമാണ്. വിവാഹ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു വർഷം വരാം. കേസ് വഴക്ക് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വിവാഹമോചനത്തിനൊക്കെ ഉള്ള വിഷയങ്ങളുമായി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വിവാഹമോചനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. വിവാഹമോചനം കൊടുക്കുവാനും മാനസിക ക്ലേശങ്ങൾ വരുത്തുവാനുമുള്ള ഒരു കാലയളവിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയം കൂടാണ് ഈ വർഷത്തെ ഫലങ്ങൾ. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതും വളരെ ദോഷവാനാണ്. ഈ ജൂൺ മാസം കഴിയുമ്പോൾ 12-ലെ വ്യാഴം വരുന്നത് വളരെ ദുരിതത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ വളരെ ക്ലേശമാകുന്ന അല്ലെങ്കിൽ വളരെ സമയദോഷങ്ങളാകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് മൃത്യുഞ്ജയ ഹോമം മുടങ്ങാതെ ഒരു വർഷക്കാലം നടത്തണം. 7-ലെ രാഹു നിൽക്കുന്നത് കൊണ്ട് സർപ്പക്ഷേത്രങ്ങളിൽ പോയി 7-ൽ ആടിക്കലും 12-ൽ പാട്ട് വേണമെന്നാണ്. അപ്പോൾ 7-ൽ ആടിക്കണമെന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾക്ക് എണ്ണ കൊണ്ട് ആടിച്ച് അവരുടെ പ്രീതി നമ്മൾ വരുത്തണം. അപ്പോൾ വിവാഹ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്യാഴം 12-ൽ വരുന്നതുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി 6 മാസക്കാലമെങ്കിലും പാൽപ്പായസം മുതലായ കാര്യങ്ങളൊക്കെ, തുളസിമാല, നെയ്വിളക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഇവരുടെ സമയദോഷത്തിന് ആധിക്യത കുറയ്ക്കുന്നതാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് കന്നിരാശിയാണ്. ഉത്തരത്തിൻ്റെ അവസാനത്തെ
45 നാഴികയും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും ചേരുന്നതാണ് ഈ പറഞ്ഞ കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ പൊതുവെ കർമ്മസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. 7-ലെ ശനി കണ്ടകശനിയായിട്ടുണ്ട്. 6-ലെ രാഹുവാണ്. ചില രോഗാദി ദുരിതങ്ങളും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നരമ്പ് സംബന്ധമായ രോഗങ്ങളും രക്തസമ്മർദ്ദമായ രോഗങ്ങളെ, തൊലിപ്പുറത്തുണ്ടാകുന്ന ചില വൃണാദി രോഗാദി ദുരിതങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള പലതും ഇവർക്ക് ഈ ഒരു വർഷക്കാലം അനുഭവിക്കാനിട വരും. 10-ലെ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കർമ്മസ്ഥാനത്ത് പുഷ്ടിയും ഉയർച്ചയും വരാനുള്ള സാധ്യതയാണ്. കർമ്മത്തിലെ അവർക്ക് കൂടുതലും പ്രോഗ്രസ്സുകൾ ഉണ്ടാകുക, തൊഴിൽ ഉയർച്ചകൾ ഉണ്ടാക്കുക, പ്രൊമോഷൻ മുതലായ കാര്യങ്ങളൊക്കെ വന്നു ചേരുക, ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റം, ഉയർന്ന രീതിയിലുള്ള ജോലികളൊക്കെ വന്നു ചേരുക, വിദ്യാർത്ഥികൾക്കൊക്കെ ജോലി സാധ്യതകളും വിദ്യാഭ്യാസ പഠനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റും. വിദേശയാത്രയും വിദേശത്ത് പോയി പഠനങ്ങളൊക്കെ നടത്താൻ വിദ്യാർത്ഥികൾക്ക് നല്ലതായിരിക്കും. പൊതുവേ ഈ കന്നിരാശിയിലെ ഫലങ്ങൾ പൊതുവേ ഗുണപ്രദമായിട്ടാണ് ഈ വർഷം കാണുന്നത്. കണ്ടകശനിക്ക് നീരാഞ്ജനം മാത്രം ശാസ്താവിൻ്റെ അമ്പലത്തിൽ നടത്തുക. അതുകൊണ്ട് ഇവരുടെ ഈ വർഷത്തെ ഒരു ദശാകാലം പൊതുവേ ഏറ്റവും നല്ലതായിരിക്കും. അടുത്തത് തുലാം രാശിക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ 3/4 നാഴികയും, അതായത് 45 അവസാനത്തെ നാഴികയും നിൽക്കുന്നതായ നക്ഷത്ര രാശി നിൽക്കുന്നതാണ് തുലാം രാശി. തുലാം രാശിയിൽ ഇപ്പോൾ 9-ലെ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന സമയവും 6-ലെ ശനിയും പ്രജ്ഞാസ്ഥാനത്തായിട്ട്, അല്ലെങ്കിൽ ബുദ്ധി ഇരിക്കുന്ന സ്ഥാനത്ത് രാഹുവും പ്രവേശിക്കുന്ന സമയമാണ്. അപ്പം ബുദ്ധിക്ക് ചില ദോഷങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ മറവികളുണ്ടാക്കാം, തലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിരസ്സുമായി ബന്ധപ്പെട്ട പല രോഗാദി ദുരിതങ്ങളൊക്കെ വർദ്ധിക്കാം. പനാലിസിസ് മുതലായ കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം. അത് 2026 ജൂൺ മാസം വരെ ഇവർക്ക് 9-ലും കർമ്മസ്ഥാനത്തും വ്യാഴം, അത് കഴിഞ്ഞതിന് ശേഷം കർമ്മസ്ഥാനത്തും വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ അനുകൂലത ഉണ്ടായതുകൊണ്ട് ഇവരുടെ കൂടുതൽ ദോഷങ്ങളൊന്നും വന്ന് ഭവിക്കില്ല. എങ്കിലും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പറേഷൻ മുതലായ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മരണഭീതികളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനെ രാഹുവിനെ പ്രീതിപ്പെടുത്തുക. അഷ്ടമാധിപനായിരിക്കുന്ന ശുക്രനായതുകൊണ്ട് ആ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിഭാവ്, മൃഗനന്ദൻ, അന്നപൂർണേശ്വരിക്കും ഗണപതിക്കും വഴിപാടുകൾ പൂർണ്ണമായി നടത്തുമ്പോൾ അവരുടെ രോഗദുരിതങ്ങളൊക്കെ മാറി നല്ല ശ്രേഷ്ഠമായി തന്നെ ഇവർ മുമ്പോട്ട് പോകാൻ പറ്റും. നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നിയമബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരങ്ങൾ വന്നെത്തുന്നതാണ്. കച്ചവടം അല്ലെങ്കിൽ വ്യവസായം മുതലായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അവർക്കൊക്കെ ഉയർച്ചയും ഗുണങ്ങളും ഒക്കെ വന്നു ചേരും ഒരു കാലഘട്ടം കൂടാണ് ഈ പറഞ്ഞ 2026-ലെ ഫലങ്ങൾ. അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത് വൃശ്ചിക കൂറാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും വരുന്ന നക്ഷത്രങ്ങൾ കൂടുന്നതാണ് വൃശ്ചികൻ രാശിക്കൂർ. ഈ വൃശ്ചികൻ രാശിയിൽ എന്താണ്, അവിടുത്തെ അധിപൻ ചൊവ്വയാണ്. ഇന്ന് അഷ്ടമത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിച്ച് നിൽക്കുന്നത്. അത് ജൂൺ മാസമാകുമ്പോഴത്തേക്ക് 2020 ജൂൺ ആകുമ്പോഴത്തേക്ക് അത് മാറി ഈ അഷ്ടമത്തിൽ നിന്നും 9-ൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരും. എങ്കിലും ഇപ്പോഴും പൊതുവേ ഈ മധ്യഭാഗത്ത്, അതായത് ഈ വർഷത്തിൻ്റെ മധ്യഭാഗത്ത് വരെ ആദ്യത്തെ മധ്യഭാഗത്ത് വരെ വളരെ ദോഷ സമയങ്ങളാണ്. 5-ലെ ശനിയും 4-ാമിടത്ത് രാഹുവൊക്കെ നിൽക്കുന്ന സമയമാണ്. വളരെ തീക്ഷ്ണമായ ദോഷ സമയങ്ങളാണ് ഇതിൻ്റെ ഈ വർഷത്തെ പാതി മടങ്ങിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളാണ്. ആൾക്കാരുമായി വാഗ്വാദങ്ങൾ വരാൻ പാടില്ല. അയലത്തൊരു വീടുകളിൽ പോലും പോയിരുന്ന് സംസാരിക്കാൻ പാടില്ല. മറ്റ് അസമയങ്ങളുള്ള യാത്രകൾ പാടില്ല. വിഷഭയങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. മരണഭീതികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നീക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ പൂർണ്ണമായും ചെയ്തിരിക്കണം. വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ മഹാമൃത്യുഞ്ജയ ഹോമം ഒരു വർഷക്കാലം നടത്തണം. അത് കഴിഞ്ഞ് ജൂൺ പാതി മടങ്ങാകുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാ ശ്രേഷ്ഠതയും ഉണ്ടായി വരും. അവരുടെ കുടുംബത്തിന് സ്വസ്ഥതയായിരിക്കുന്ന അവസ്ഥകൾ വന്നു ചേരും. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവരുടെ വിവാഹ ജീവിതങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. രോഗാതി ദുരിതത്തിൽ നിന്നുള്ള മാറ്റങ്ങളുമൊക്കെ വരും. ക്രിയവിക്രിയങ്ങൾ നടത്താനുള്ള സാധ്യതകൾ, അതായത് വസ്തു വാങ്ങിക്കുക, വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്രിയവിക്രിയങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകളൊക്കെ ഈ ഒരു വർഷക്കാലം ഇവർക്ക് നല്ലതായിരിക്കും. അടുത്ത ധനുരാശിയാണ്. ധനുരാശിയിൽ നിൽക്കുന്ന നക്ഷത്രമാണ് മൂലവും പൂരാടവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും.
അപ്പോൾ ഇവിടെ നിൽക്കുന്ന 15 നാഴികയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൊതുവേ ഇന്ന് 7-ലെ നിവർത്തി സ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതി പൂർണ്ണമായി നിൽക്കുന്നു. അതിലും കണ്ടകശനിയുണ്ട്. അതൊന്നും വലിയ തീക്ഷ്ണമായ വിഷയങ്ങളൊന്നും ഈ ഒരു വർഷം ഉണ്ടാകില്ല. പിന്നെ സഹോദര സ്ഥാനത്താണ് രാഹുവിൻ്റെ സ്ഥിതി. അവിടെ വളരെ ശ്രേഷ്ഠമായ രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിക്കാം. സഹോദരങ്ങളിൽ നിന്നുള്ള വൈരാഗ്യങ്ങളെ, ശത്രുതകളെ, സഹായികളിൽ നിന്നുള്ള ശത്രുതകളെ, ഇങ്ങനെയുള്ള പലതും നമുക്ക് അനുഭവിക്കാൻ ഇടവരും. കുംഭൻ രാശി ആയതുകൊണ്ട്, കുംഭൻ രാശിക്ക് രാഹുവിൻ്റെ സ്ഥിതി ആയതുകൊണ്ട് നമ്മളെ സഹായിക്കുന്നവർ പോലും നമുക്ക് ഒരു സമയത്ത് ദോഷമായി തന്നെ വരാം. അവർക്ക് ശത്രുത നമ്മളോട് പെരുമാറാം. ഇങ്ങനെയുള്ള പലതും നമുക്ക് ആ രാഹുവിനെ കൊണ്ട് ചിന്തിക്കാം. നമ്മുടെ ധൈര്യങ്ങളും ബുദ്ധികളും ഒക്കെ കുറയ്ക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും അതിനകത്ത് വരാം. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം അനുകൂലമായിരിക്കുന്ന സമയങ്ങളാണ്. വ്യാഴം പൂർണ്ണമായി ഗജകേസരി യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഗുണങ്ങൾക്കും തുടങ്ങുന്നതിന് വേണ്ടിയും ഗൃഹാരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയും വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വിദേശയാത്രകൾ, പുതിയതായി മത്സരങ്ങൾ തുടങ്ങുന്നവർക്ക്, പുതുമത്സരങ്ങൾ തുടങ്ങുന്നവർക്ക്, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ഈ വർഷക്കാലം എല്ലാം നല്ലതായി തന്നെ ഭവിക്കുന്നതാണ്. അടുത്തതായി ചിന്തിക്കേണ്ടത് മകരൻ രാശിയാണ്. മകരത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിലെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും ചേർന്ന നാഴികയാണ് ഈ പറഞ്ഞ നക്ഷത്രമാണ് ഈ പറഞ്ഞ മകരൻ രാശി. ഈ മകരൻ രാശിയിൽ ഇന്ന് 6-ലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി, 2-ലാണ് രാഹുവിൻ്റെ സ്ഥിതി, 3-ലാണ് ശനിയുടെ സ്ഥിതി. അതായത് 3-ാം ഭാവത്ത്, ഇങ്ങനെ ഓരോ ഭാവങ്ങളിലാണ് ഈ ഗ്രഹഗോചരങ്ങൾ നിന്നാൽ ആ ഭാവങ്ങളിൽ എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്നു അതായിരിക്കും അവിടുത്തെ പൂർണ്ണമായ ഫലങ്ങൾ അവർക്കുണ്ടാകുന്നത്. ഇപ്പം ശനി എന്ന് പറയുന്നത് 3-ലാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വൈരാഗ്യ ബുദ്ധികളും സഹായികളായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, അവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ, നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, ചിത്രീകരിക്കുക, ഇതൊക്കെ ഈ ശനി 3-ൽ നിന്നാലുണ്ടാകും. അതുപോലെ തന്നെ ഈ വ്യാഴം 6-ൽ നിന്നാൽ രോഗാദി ദുരിതങ്ങൾ, 6-ലെ വ്യാഴം നീറാക്കപ്പെടുന്നത്, അതായത് മാനസികമായ പ്രയാസങ്ങളൊക്കെ ഒരുപാട് വരുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ജൂൺ മാസം, 2026 ജൂൺ മാസം വരെ. അതുപോലെ തന്നെ രാഹു കൊടുക്കൽ വാങ്ങൽ, അതായത് സാമ്പത്തികമായി കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു വർഷക്കാലം അതൊക്കെ ചെയ്യാൻ. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. പൈസ ഒരാൾക്ക് ബിസിനസ്സിന് വേണ്ടി കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. കുടുംബത്തിന് പൊതുവേ സ്വസ്ഥതയില്ലാത്തൊരു ഭാവം കൂടാണ് ഈ 2026 നമ്മൾ പൊതുവേ കാണുന്നത്. അത് പാതിയാവുമ്പോൾ, അതായത് 2020 ജൂൺ കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി വരും. ഗജകേസരി യോഗം ചെയ്ത വ്യാഴം ഉച്ചസ്ഥനായി വരുന്നത് കൊണ്ട് എല്ലാ ഗുണങ്ങളും ആ കാലഘട്ടങ്ങളിൽ വീണ്ടും വന്നെത്തുന്നതാണ് അവർക്ക്. അടുത്തതായി കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ രാഹുവാണ് ജന്മരാശി നിൽക്കുന്നത്. ആ രാഹു നിന്നാൽ പാപേ ലഗ്നഗതേ പരാജയം ശിരോരുക്കു ദുഃഖം ദുഷ്കീർത്തി സ്ഥാനഭ്രംശം ധനക്ഷയം. അതായത് പാപേ ലഗ്നഗതേ പരാജയങ്ങൾ സംഭവിക്കുക, ദുഷ്കീർത്തികൾ ഉണ്ടാകുക, ശിരസ് തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വർദ്ധിക്കുക, ദുഃഖത്തിനും അർത്ഥത്തിനും ധനത്തിനും നാശം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് രാഹു ജന്മരാശിയിൽ നിന്നുള്ള ഫലങ്ങൾ. ആ രാഹു കുംഭൻ രാശിയിലാകുമ്പോൾ പനാലിസിസ് മുതലായ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ അവർക്ക് ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കാർക്ക്, അതായത് കുംഭൻ രാശിയുടെ നക്ഷത്രമായ അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്ന ഈ നക്ഷത്രക്കാർ ഈ വർഷക്കാലം പൊതുവേ ഇച്ചിരി ഗ്രഹപ്പിഴ സന്ധ്യയാണ്. അത് വളരെ ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ, സർപ്പ സാന്നിധ്യത്തിൽ പോയി വേണ്ടുന്ന വഴിപാടുകൾ നടത്തുക, അഷ്ടനാഗങ്ങൾക്ക് അഭിഷേകങ്ങളും പൂജാവിധികളും നടത്തുക, മഹാക്ഷേത്രങ്ങളായ സർപ്പ സാന്നിധ്യങ്ങളിൽ കുടികൊള്ളുന്നതായ ക്ഷേത്രങ്ങളിൽ പോയി നൂറും പാലും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുക, പുള്ളുവാമ്പാട്ട് മുതലായ കാര്യങ്ങളൊക്കെ നടത്തുക, സർപ്പപ്രീതി വരുത്തുക, കുടുംബക്കാവലും കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി സർപ്പങ്ങൾക്ക് ആയില്യം നക്ഷത്രം വരുന്ന ദിവസം പോയി അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ദോഷഫലങ്ങളൊക്കെ 2026 മാറിക്കിട്ടുന്നതാണ്. അടുത്തത് മീനൻ രാശിയാണ്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും ഈ പറഞ്ഞ ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ്. ആ രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴും പൊതുവേ ശനി ഏഴരാണ്ട ശനിയായിട്ട് നിലനിൽക്കുകയാണ്. ആ ഏഴരാണ്ട ശനി നിൽക്കുന്നത് കൊണ്ട് വളരെ ദോഷസമയമാണ്. 4-ലെ വ്യാഴമാണ് നിൽക്കുന്നത്. ആ 4-ലെ വ്യാഴം കുറച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണ്. എങ്കിലും ഈ ശനി ജന്മരാശിയിൽ വരുന്ന സമയങ്ങളൊക്കെ ദേഹസ്യ സൗഷ്ഠവം സാസ്ഥ്യം എന്ന് പറയുന്നത് ദേഹത്തിനും സുഖത്തിനും ഒക്കെ ദോഷങ്ങൾ സംഭവിക്കും. ശരീരത്തിന് വീഴ്ചകളെ, ഭീതികളെ, ശരീരവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ, ഇതെല്ലാം തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളെ, മാനസിക വിഭ്രാന്തികളെ, ഇതെല്ലാം ഈ മീനൻ രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം ഉണ്ടായി വരും.
എങ്കിലും ഈ മധ്യമടങ്ങ് കഴിയുമ്പോൾ സമ്മിശ്രമായ ഗുണങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ട് അവർക്ക് പോകുന്നു. ലഗ്നാധിപൻ 5-ൽ വരുന്നത് കൊണ്ട് ഏറ്റവും ഗുണങ്ങളായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടായി വരും. അത് പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് കൊടുക്കുന്നത്. അതിന് വ്യാഴത്തെ പെടുത്തുകയും ശനിദേവന്, അതായത് ശനിദേവനെ നവഗ്രഹങ്ങളിലെ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് പൂജാവിധികളൊക്കെ നടത്തുക, നവഗ്രഹ പൂജകളൊക്കെ നടത്തുക, പിന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി അതിന് വേണ്ടുന്ന വടമാല, വെറ്റമാല, ഇങ്ങനെയുള്ള മാലകളൊക്കെ സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ഈ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു വർഷക്കാലം നല്ല അനുഭവങ്ങൾ, മറ്റ് ദോഷഫലങ്ങളുടെ ആധിക്യത കുറയുകയും ശുഭ ദിവസങ്ങളുടെ അല്ലെങ്കിൽ ശുഭമായ കാര്യങ്ങളൊക്കെ ദോഷാധിക്യത കുറഞ്ഞ് നല്ല ഗുണങ്ങളായി വരാനുള്ള സാധ്യതകളും ഈ ഒരു വർഷക്കാലം ഈ നക്ഷത്രക്കാർക്കെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഈ ഗോചരപ്രകാരമുള്ള ഈ നക്ഷത്ര ഫലങ്ങളെയാണ് നമ്മളിതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഗോചരപ്രകാരമുള്ള ഫലങ്ങൾ മാത്രമല്ല, നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതായ ലഗ്ന രാശികളിൽ ഉദിച്ചു വരുന്നതായ, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്നതായ, അവരെ ആകർഷിക്കുന്നതായ ചില രശ്മികൾ ഗ്രഹങ്ങളുടെ ഉണ്ട്. ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടുതലും നമ്മൾ അറിയണമെങ്കിൽ ആ ജാതകങ്ങൾ ഗണിച്ച് സൂക്ഷ്മമായി വരുത്തിയതിന് ശേഷം മാത്രമേ അവരുടെ പൂർണ്ണമായ ഫലങ്ങളെയൊക്കെ നമുക്ക് പറയാനൊക്കൂ. അല്ലാതെ നമ്മളൊരു ചാരവശാലുള്ള ഗോചര ഫലങ്ങൾ ഒരു വർഷത്തെ കാലം പോരാ അല്ല. ഈ കാലഘട്ടങ്ങളിലൊക്കെ പലതും പല സന്താനങ്ങൾക്കും അല്ലെങ്കിൽ പലർക്കും ഇത് പലതും സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജന്മാന്തര കൃതങ്ങളിൽ ചെയ്തു പോയ പാപഫലങ്ങളെയൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടി പൂർവ്വജന്മാർജിതം കർമ്മം ശുഭം വാ യതിവാ ശുഭം തസ്യാം പക്രയും ഗ്രഹം സർവേ സൂര്യഹന്തിക ജന്മനി. ജന്മാന്തര കൃതമായി ചെയ്തു പോയ പാപഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ജനിക്കുന്ന സമയത്തിൽ ഇന്ന നക്ഷത്രങ്ങൾ ജനിക്കുമെന്നും, അതുപോലെ തന്നെ ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നത് പോലെ തന്നെ ഇന്ന ലഗ്നരാശിയിൽ ജനിക്കുമെന്നും, ഈ ഗ്രഹങ്ങളുടെ ഗോചരങ്ങൾ ജാതകത്തിൽ കാണിക്കുന്ന ഈ ഗ്രഹഗോചരങ്ങളൊക്കെ പൂർവ്വജന്മത്തെ കാണിക്കുന്നതായ സൂചനകളാണെന്നും ഒക്കെയാണ് പറയുന്നത്. ഈ ഗോചരഫലങ്ങൾ മാത്രമല്ല, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ ലഗ്നരാശിയിൽ ജനിക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവരുടെ ഫലങ്ങളെല്ലാം പൂർണ്ണമായി വരുന്നത്. ഇത് ഗോചരത്തിൽ പൊതുവെയുള്ള ഫലങ്ങൾ മാത്രമേ അറിയാൻ പറ്റൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വളരെയധികം വിശകലനമായി ചിന്തിച്ച് അവരുടെ ഫലപ്രവചനങ്ങൾ നടത്തേണ്ടതാണ്. ഇത് പൊതുവേ കോമൺ ആയിട്ടൊരു ഫലങ്ങൾ മാത്രമേ ഇതിനകത്ത് നമ്മൾ കാണാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ജന്മാന്തരകൃതത്തിലാണ്. സുഖം ദുഃഖകരം കർമ്മം ശുഭാശുഭ നിമിത്തജം ജന്മാന്തരേവി തൽക്കുരിയാ ജനാതി ജാതകം എന്നാണ്. അപ്പം നമ്മുടെ നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തത് ഗുണങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളുമായി അനുഭവിക്കുന്ന ശുഭാശുഭ നിമിത്തങ്ങൾ കൊണ്ടാണ്. നമ്മൾ ശുഭങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ഈ ജന്മം ഉണ്ടാകും. അശുഭങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷങ്ങളും നമുക്ക് സംഭവിക്കും. ഇതറിയണമെങ്കിൽ ഷഡ്വർഗ ശോധന എന്ന് പറയുന്നൊരു ശോധനയൊക്കെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ചെയ്തിട്ടുണ്ട്. ജനിക്കുന്ന ലഗ്നരാശിയിൽ വെച്ചിട്ട് ഷഡ്വർഗ ശോധന നടത്തി പൂർവ്വജന്മത്തിൽ ചെയ്ത പാപഫലങ്ങൾ എത്രയുണ്ട്, ശുഭഫലങ്ങൾ എത്രയുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി ചില ക്രിയാവിശേഷങ്ങളൊക്കെ ജ്യോതിശാസ്ത്രത്തിലുണ്ട്. അതറിഞ്ഞിട്ട് പരിഹരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും കൂടുതൽ ഉയർച്ചയും ഗുണങ്ങളും അവർ ശ്രേഷ്ഠമായി മാറുന്നതുമെല്ലാം. അല്ലാതെ ഗോചരഫലങ്ങളിൽ പൂർണ്ണമായ ഫലങ്ങളല്ല. എല്ലാ ഫലങ്ങളും പൂർണ്ണമായി അറിയുമെങ്കിൽ ജാതക വിശേഷത തന്നെ നമ്മൾ പരിശോധിച്ച് ജന്മാന്തരകൃതത്തിലുള്ള ദോഷങ്ങൾ എന്തുണ്ടോ അതെല്ലാം പരിഹരിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണ ഫലങ്ങൾ ഒരു വ്യക്തിക്കുണ്ടായി വരൂ. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുന്നു. നമഃ ശിവായ.